നല്ല സ്നേഹമായിരുന്നു എൻ്റെ അടുത്ത്, ഭയങ്കര സംസാരവും എന്താ പറയാ, നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന്റെ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു. എനിക്ക് പുള്ളിക്കാരന്റെ വൈഫെല്ലാം ഫുഡ് തന്നു, ഞാൻ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു, അടിപൊളി ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു, നല്ല രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമസ്കാരം. ബാക്ക് പാക്കർ അരുണിമ പുള്ളിക്കാരി അമേരിക്കയിൽ നടന്ന സംഭവത്തിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ പുള്ളിക്കാരിയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി അമേരിക്കയിൽ പോയപ്പോൾ ജോർജ് എന്ന് പറഞ്ഞ ഒരു പുള്ളിയുടെ വീട്ടിലാണ് താമസിച്ചത്. ഒരു അമേരിക്കൻ മലയാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം രാത്രി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തതോട് കൂടിയിട്ട് അത് വലിയ വിവാദമായി, ജോർജിനും കുടുംബത്തിനും എതിരെയൊക്കെ ഒത്തിരി നെഗറ്റീവായി. അതിനുശേഷമാണ് പിന്നീട് അറിയാൻ സാധിച്ചത് ഈ ജോർജിന്റെ വീട്ടിൽ നിന്ന് ആരും ഇറക്കി വിട്ടതല്ല, പുള്ളിക്കാർ തന്നെ വലിയ രീതിയിൽ വിഷയമൊക്കെ ഉണ്ടാക്കി, വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. അവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്ന് ജോർജിന്റെ വീട്ടുകാർ പറഞ്ഞതിന് പ്രകാരം പുള്ളിക്കാരി വലിയ രീതിയിൽ ഷോയൊക്കെ ഇറക്കിയിട്ട് അവിടെ നിന്ന് രാത്രി ഇറങ്ങിപ്പോയതാണ്. അങ്ങനെ അരുണിമയ്ക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് ഒക്കെ വന്നു. ആ സംഭവം നടന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി. അപ്പൊ ഇപ്പോഴാണ് പുള്ളിക്കാരി എക്സ്പ്ലനേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ആദ്യം തന്നെ നമുക്ക് ആ എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം. അപ്പൊ ഈ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ തുടക്കത്തിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്, ആദ്യം അവിടെ ചെന്ന് നിന്നപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ജോർജും ജോർജിന്റെ വൈഫും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ജോർജും ജോർജിന്റെ വൈഫും നല്ല രീതിയിലാണ് അരുണിമയെ ട്രീറ്റ് ചെയ്തത്. പിന്നീട് പിറ്റേ ദിവസം പോയി നിന്നത് ഏപ്രിൽ 4-ാം തീയതിയാണ്. പിറ്റേ ദിവസമാണ് ജോർജിന്റെ കൊച്ചുമക്കള് അവിടേക്ക് വരുന്നത്. കൊച്ചുമക്കള് വന്നതിന് ശേഷമാണ് പ്രശ്നം ഉണ്ടായെന്നാണ് അരുണിമ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കേൾക്കാം. നോക്കിയതു അത് പുള്ളിക്കാരന്റെ കൊച്ചുമോളായിരുന്നു. പുള്ളിക്കാരി വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇയാൾ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങളോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല. ഇത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വീടാണ്, അവർ എറണാകുളത്താണ് സെറ്റിൽഡ്. ഈ വീട്ടിൽ ജോർജ് എന്ന വ്യക്തി റെന്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ ആള് പെർമിഷൻ ഞങ്ങളോട് ചോദിക്കാണ്ടാണ് എന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി റീസൺസ് എല്ലാം ഉണ്ടാവും. എന്താ പറയുക, US എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഇപ്പം തന്നെ ഇറങ്ങണം എന്നാണോ പോകണം എന്നാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അല്ല, നാളെ വേറെ ഒരു സ്ഥലം നോക്കിയാൽ മതി സ്റ്റേ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? ഇപ്പോൾ തൻ്റെ ഗ്രാൻഡ് പേരൻസ് തങ്ങളോട് പറയാതെ, തങ്ങളുടെ പേരൻസിനോട് പറയാതെ അവിടെ ഒരു പെൺകുട്ടിയെ വിളിച്ച് താമസിപ്പിക്കുന്നു. അപ്പോൾ അത് ആരാണ് എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം കൊച്ചുമക്കൾക്കുണ്ട്. അപ്പൊ അവരവിടെ ചെന്നിട്ട് അരുണിമയോട് പറഞ്ഞു, ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമൊന്നുമില്ല, എൻ്റെ പേരൻസിനോട് ഗ്രാൻഡ് പേരൻസ് പറഞ്ഞിട്ടല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് മര്യാദയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുകയല്ലേ ചെയ്തത്. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവർ പറഞ്ഞു, അവർക്കത് ഇഷ്ടമല്ല. അതിലെന്താണ് തെറ്റ്? കാരണം ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്, ആർക്കും ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അരുണിമയെ പോലുള്ള പെൺകുട്ടി ഏത് സമയത്തും എന്ത് സംഭവിക്കാം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ. അത് മാത്രമല്ല, അരുണിമ ഓരോ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ പോവുകയാണ്. ആ സമയത്തൊക്കെ എന്തെങ്കിലും അരുണിമയ്ക്ക് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പണി കിട്ടാൻ പോകുന്നത് അവർക്കാണ്, ജോർജിന്റെ ഫാമിലിക്കാണ്. വയസ്സാം കാലത്ത് ജോർജ് എന്ന് പറഞ്ഞ ആ വ്യക്തി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വരും. കാരണം അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അമേരിക്കയെ പോലെയുള്ളൊരു സ്ഥലത്ത് വലിയ നിയമങ്ങളുണ്ട്, വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്, അത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരങ്ങനെ വന്ന് സംസാരിച്ചത്. ആ സംസാരിച്ചത് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. അതിപ്പം ആരായാലും അങ്ങനെ സംസാരിക്കത്തുള്ളൂ, മുഖമൊന്നും നോക്കണമെന്നൊന്നും ഇല്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ബാക്കി ഇവിടെ കേൾക്കാം. പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ഉണ്ട്, ഞാനപ്പോൾ അതിൽ പോകുന്നു പറഞ്ഞു. പുള്ളിക്കാർ പറഞ്ഞു ഇല്ല, നാളെ തന്നെ വേറെ സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പുള്ളിക്കാർ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. എന്താ പറയുക, ആള് എന്താ പറയുക, ഞങ്ങളോട് ചോദിക്കാണ്ടാണ് ഹോസ്റ്റ് ചെയ്ത്, അത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇങ്ങനെ വന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആക്ച്വലി ഞാനിങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലോ, ഇതേ ഡയലോഗ് ആട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലല്ലോ, അതായത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അങ്ങനെയാണ് ഞാൻ ഇവിടെ താമസിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങുവാണ്, എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പുള്ളിക്കാരി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ പുള്ളിക്കാരിനെ ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ടോ ഒന്നിനും ഞാൻ വരുന്നില്ല, ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളുമല്ല, പിന്നെ നിങ്ങൾ ഗ്രാൻഡ് ഫാദർ എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഗസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നാന്നു. അപ്പോഴാണ് പുള്ളിക്കാരി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ആൾ ഞങ്ങളോട് പെർമിഷൻ ചോദിക്കാണ്ടാണ് വന്നത്. പക്ഷെ എനിക്കറിയില്ലല്ലോ, അതായത് ആൾ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫാമിലി ആണോ എന്ന് ചോദിച്ചു. ഫാമിലി ആണ്, എനിക്ക് ഫാമിലിയിൽ ഒരു സ്ഥലമുണ്ട് എന്ന് മാത്രം പറഞ്ഞു. അരുണിമ എത്രയൊക്കെ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും എനിക്ക് ജോർജിന്റെ വീട്ടുകാരുടെ ഭാഗത്താണ് ശരിയെന്നാണ് തോന്നിയത്.
ഒന്നാമത്തെ കാര്യം, ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ ഫാമിലിയെ അറിയിച്ചില്ല. ഫാമിലിയെ അറിയിക്കാതെ ഒരു പെൺകുട്ടിയെ വിളിച്ച് താമസിപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അത് ജോർജിന്റെ ഫാമിലിയും തമ്മിലുള്ള വിഷയമാണ്. അത് അറിഞ്ഞ സമയത്ത് കൊച്ചുമകൾ വന്നു, കാര്യങ്ങൾ അന്വേഷിച്ചു, അരുണിമയോട് പറഞ്ഞു നാളെ തന്നെ വേറൊരു സ്ഥലം നോക്കണം. അങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. നമ്മളൊരാൾക്ക് ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ 10 ഇരട്ടി പണി തിരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ്, ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് ആൾക്കാർ ഇങ്ങനെ തന്നെ പെരുമാറത്തുള്ളൂ. അപ്പൊ ആ കാര്യം അരുണിമയോട് അവതരിപ്പിച്ചു. അരുണിമയുടെ ഈഗോ ഹേർട്ടായി. അരുണിമ റേസായി സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്, ഞാൻ വലിഞ്ഞു കയറി വന്നതല്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കത് ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് തോന്നും. അരുണിമയ്ക്ക് ഈഗോ ഹേർട്ടായി, സമ്മതിക്കുന്നു. അരുണിമയ്ക്ക് ആ സമയത്ത് വിഷമം വരും, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ആ സമയത്ത് വലിയ രീതിയിൽ റേസായി, വലിയ രീതിയിൽ അലച്ച് വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട കാര്യമൊന്നുമില്ല. അവരോട് യാതൊരു രീതിയിലും വഴക്കുണ്ടാക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാലോ. പുള്ളിയോട് സംസാരിക്കുക, ഞാൻ ഇവിടുന്ന് പോവാണ്, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, അതെന്റെ അഭിമാന പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് ഇറങ്ങി പോകാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. അവിടെ നിന്ന് ബഹളം വെച്ച് ഞാൻ 41 ലോകരാജ്യങ്ങൾ കണ്ടതാണ്, ഞാൻ കുറേയും കൂടി ലോകം കണ്ടതാണ്, ഞാൻ വലിഞ്ഞു കയറി വന്നതല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അരുണിമ ഡിസ്റെസ്പെക്ട് ചെയ്തത് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ നല്ല മനസ്സിനെയും കൂടിയാണ്, ജോർജിന്റെ വൈഫിന്റെ നല്ല മനസ്സിനെയും കൂടിയാണ്. അരുണിമ ആദ്യം തന്നെ പറയുന്നുണ്ട്, എന്നെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്, എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു, നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതെങ്കിലും മനസ്സിൽ വെച്ച് വളരെ മാന്യമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാമായിരുന്നു. രാത്രിയിൽ ഇറങ്ങി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതല്ല, അരുണിമയ്ക്ക് രാത്രി തന്നെ ഇറങ്ങി പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ മാന്യമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാമായിരുന്നല്ലോ. അതല്ലേ ന്യായം? ബാക്കിയും കൂടി കേൾക്കാം. രാത്രി ഞാൻ അങ്ങനെ തണുപ്പത്ത് ഒരു 6 ഡിഗ്രി ആയിരുന്നു. 6 ഡിഗ്രിയിൽ എനിക്ക് അങ്ങനെ ഒരു നാടകം റീച്ചിന് വേണ്ടി ഉറങ്ങാൻ വേണ്ടി പോയി. എനിക്ക് എന്താ പെട്ടെന്നാണോ വിചാരിച്ചത് ഞാനിങ്ങനെ എനിക്കൊരു വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കാം, എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ ജസ്റ്റ് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് അത് എന്താ പറയുക ചിന്തിച്ചാൽ മനസ്സിലാക്കും. രാത്രി ഞാൻ അവിടെ ഇറങ്ങി പോയത് എനിക്ക് സെൽഫ് റെസ്പെക്ട് ഉള്ളത് കൊണ്ടാണ്. അതായത് നാളെ പോയാൽ മതി അങ്ങനെ പറഞ്ഞിട്ട്, അതായത് ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടിലേക്ക് പോയതിനു ശേഷം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ എന്തോ അവരിങ്ങനെ അവരുടെ ഇതിൽ നിൽക്കുന്നു എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും നമുക്ക്. കാരണം നമ്മൾ അവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ അവിടെ പോയത്, അവരെന്നെ വീട്ടിലേക്ക് വിളിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ പോയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പോയത്. അപ്പൊ ആദ്യം എന്താണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷനും ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്ന ഒന്നും ആ വീഡിയോയിലില്ല, എന്റെ വീഡിയോയിലും ഇല്ല, അവരുടെ വീഡിയോയിലും ഇല്ല. ഇറങ്ങിയതിന് ശേഷം കരഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അതിൽ ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട്. ഞാൻ അപ്പത്തെ ആ ഒരു മെന്റൽ സിറ്റുവേഷനിൽ ഇറങ്ങി പോയതാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ചെയ്ത തെറ്റതാണ്. ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു എന്റെ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും. അതായത് ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നു, അത് ഞാൻ പറഞ്ഞത് തെറ്റാണ്. ഓക്കെ, അരുണിമ പറയുന്നു അരുണിമയ്ക്ക് സെൽഫ് റെസ്പെക്ട് ഉള്ളത് കൊണ്ട് ആ സമയത്ത് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പല ആൾക്കാർക്കും ചിലപ്പോൾ വിഷമം വരും. വിളിച്ചു കയറ്റിയതാണല്ലോ, വീട്ടിലേക്ക് വിളിച്ചു കയറ്റി അവിടെ താമസിപ്പിച്ചിട്ട് കൊച്ചുമകൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് വിഷമം വരും, നമുക്ക് ഫീൽ ആകും. നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഭയങ്കര എക്സ്ട്രീം സെൽഫ് റെസ്പെക്ട് ഉള്ള ആൾക്കാർ ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോകും, അന്നേരം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷേ അരുണിമ ചെയ്ത തെറ്റെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു. അവരുടെ വീടും അവരുടെ ആ ഒരു സ്ഥലവും എല്ലാം ആ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഫാമിലിയെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുകയാണ് അരുണിമ ചെയ്തത്. ആ ഫാമിലിക്ക് അതൊരു നാണക്കേടുണ്ടാക്കി. ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു നാണക്കേടുണ്ടാക്കി. അദ്ദേഹം വളരെ നല്ല മനസ്സോട് കൂടിയിട്ടാണ് അത് ചെയ്തത്. ഒറ്റയ്ക്കൊരു പെൺകുട്ടി അമേരിക്കയിൽ വരുന്നു, ആ പെൺകുട്ടി അവിടെ താമസിപ്പിക്കുന്നു. അത് അയാൾ ചെയ്ത നല്ല മനസ്സാണ്. ഒരു ദിവസം അരുണിമ അവിടെ താമസിച്ചതാണ്, അവിടെ അന്തി ഉറങ്ങിയതാണ്, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതാണ്. അപ്പൊ അതിന്റെ എങ്കിലും ഒരു സ്നേഹവും നന്ദിയും അവരോട് കാണിക്കണമായിരുന്നു. അല്ലെങ്കിൽ വേറെ ആരോടും കാണിക്കേണ്ട, ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയോട് കാണിക്കണമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അരുണിമ ഒരു കാരണവശാലും ആ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യില്ലായിരുന്നു. അരുണിമ വീഡിയോ എടുത്തോ, ഒരു കുഴപ്പമില്ല. കാരണം ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു പ്രൂഫ് വെക്കുന്നത് നല്ലതാണ്. പക്ഷേ അരുണിമ അതെന്തിനാണ് അപ്ലോഡ് ചെയ്തത്? അത് തെറ്റല്ലേ? അരുണിമ ഇവിടെ പറയുന്നു അരുണിമ ചെയ്ത ഒരേ ഒരു തെറ്റ് അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞതാണെന്ന്. അല്ല. പിന്നെ ഈ വീഡിയോ അപ്പം തന്നെയല്ല അപ്ലോഡ് ചെയ്യുന്നത്. അരുണിമ പിന്നീട് അത് എഡിറ്റ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്തത്. അപ്പം ആ വിഷമ സമയത്ത് അരുണിമ അങ്ങനെ അറിയാതെ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ പിന്നീട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അരുണിമയ്ക്ക് അത് കേൾക്കാമല്ലോ. അപ്പൊ അരുണിമയ്ക്ക് മനസ്സിലായി കാണുമല്ലോ, ഞാൻ ആ സമയത്ത് പറഞ്ഞതാണല്ലോ, എന്നെ ഇറക്കി വിട്ടതല്ലല്ലോ എന്ന് അരുണിമയ്ക്ക് ബോധമുള്ളതാണ്. അപ്പം പൂർണ്ണ ബോധ്യത്തോട് കൂടിയിട്ടാണ് അരുണിമ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. എടുത്ത സമയത്ത് ചിലപ്പം ആ വിഷമത്തിൽ പറഞ്ഞതായിരിക്കാം, പക്ഷേ എടുത്ത സമയത്തല്ലല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അല്ല, അത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്. ആദ്യം അമേരിക്കയിൽ ചെന്ന സമയത്തെ ക്ലിപ്പുകളെല്ലാം ചേർത്ത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പൊ അരുണിമയ്ക്ക് അത് അറിയാമായിരുന്നു. പൂർണ്ണ ബോധ്യത്തോട് കൂടിയിട്ടാണ് അരുണിമ അത് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ വ്യൂസിന് വേണ്ടിയിട്ടല്ലേ അപ്ലോഡ് ചെയ്തത്? അരുണിമയ്ക്ക് വ്യൂസും ഇതൊന്നും വേണ്ടായിരുന്നുണ്ടെങ്കിൽ, അരുണിമ ഷോ കാണിക്കാൻ അല്ലായിരുന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട് ഒഴിവാക്കാമായിരുന്നു. ഞാൻ പോയി നിന്ന വീട്ടിൽ നിന്ന്
ഒരു സാഹചര്യത്താൽ ഇറങ്ങി കൊടുക്കേണ്ടി വന്നു, ഞാനിപ്പോൾ ആ വീട്ടിലല്ല. അങ്ങനെ പറയാമായിരുന്നല്ലോ. ജസ്റ്റ് അങ്ങനെ പറഞ്ഞ് വളരെ മാന്യമായിട്ട് അത് അവസാനിപ്പിക്കാമായിരുന്നു. അരുണിമയുടെ ഈഗോ ഹേർട്ടായി, അരുണിമയ്ക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, എല്ലാം സമ്മതിക്കുന്നു. അവിടെ വഴക്കുണ്ടാക്കി യാതൊരു രീതിയിലുള്ള ബഹളം ഒന്നും വെക്കാതെ വളരെ മാന്യമായിട്ട് ഞാൻ പോവുകയാണ്, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വളരെ മാന്യമായിട്ട് ഒതുക്കി തീർക്കേണ്ട ഒരു വിഷയം അരുണിമയാണ് ഇത്രയും ഊതിപ്പെരുപ്പിച്ച് വലിയ വിഷയങ്ങളാക്കിയത്. അതിലൂടെ നാണക്കേട് വന്നത് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കാണ്. അത് മനസ്സിലാക്കുക.